തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ഭക്തിയോഗത്തെക്കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശ്വര സ്വരൂപത്തിങ്കൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് ആശയെ ത്യജിപ്പത് ബാഹ്യപൂജയെന്നാവും. ഈശനിൽ തൻ അഖണ്ഡപ്രേമത്തെ അർപ്പിച്ചുള്ളതോ ശിവപൂജയെന്നും പൂജകൾ 4ആയിത്തീരും. അപ്പോൾ 4 വിധ പൂജകളെ പറ്റി പറയണം. ചര്യ, ക്രിയ, യോഗ, ജ്ഞാനങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കൂ, അതിലെ ആദ്യത്തെ പൂജാ സമ്പ്രദായത്തെക്കുറിച്ച് തിരുമൂലദേവൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. തുടർന്ന് ക്രിയയെക്കുറിച്ചിട്ടും അതേപോലെ യോഗത്തെക്കുറിച്ചിട്ടും ജ്ഞാനത്തെക്കുറിച്ചിട്ടും സന്മാർഗത്തെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആദ്യം ഭക്തിയോഗത്തിലെ ഈ പാഠലിലേക്ക് കിടക്കാം. ഈശ്വര സ്വരൂപത്തിങ്കൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് ആശയെ ത്യജിപ്പത് ബാഹ്യപൂജ. അപ്പോൾ അതായത് 2 തരത്തിലുള്ള പൂജകളുണ്ട്. ഒന്ന് ബാഹ്യപൂജ, മറ്റൊന്ന് ആന്തരിക പൂജ. നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം ചെയ്യുന്നത് ബാഹ്യപൂജയാണ്. അതായത് ബിംബത്തിൽ ഈശ്വരപ്രതിഷ്ഠ ചെയ്തിട്ട് അതിനെ ഈശ്വരനായി മാറ്റി ഈശ്വരനെ അർപ്പിക്കുന്ന പൂജയാണ് ബാഹ്യപൂജ. ക്ഷേത്രങ്ങൾ അങ്ങനെ നിർമ്മിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ ആ ബിംബത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നു. ബിംബത്തിൽ തന്നെ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ പൂജകൾ ചെയ്യാറുണ്ട്. ഈ പൂജയാണ് ഇവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഈശ്വര പൂജ എന്ന് പറയുന്നത്. ഇതാ നോക്കൂ, ഈശ്വര സ്വരൂപത്തിങ്കൽ ഏതെങ്കിലും ഒരു ബിംബം പ്രതിഷ്ഠിച്ചിട്ട് അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് അതിനെ പൂജിക്കുക. അത് നമ്മുടെ പൂജാമുറിയിലും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ബിംബം വച്ചിട്ട് അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുക. അതിന് പുരോഹിത വർഗത്തിൻ്റെ ഇടയിൽ ചില ആചാരവിശേഷങ്ങളൊക്കെ ഉണ്ട്. അതും ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രാണനെ അതിൽ പ്രതിഷ്ഠിക്കാം, ഈ ബിംബത്തിൽ പ്രതിഷ്ഠിക്കാം. സാധാരണ അതിന് തന്ത്രിമാരാണ്, അതായത് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഈശ്വര സായുജ്യം കിട്ടിയവരാണ് സാധാരണ പ്രാണപ്രതിഷ്ഠ നടത്താറുള്ളത്. അങ്ങനെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ബിംബത്തിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. ആ ഈശ്വര ചൈതന്യത്തെയാണ് നാം ഈശ്വരനായി ബാഹ്യപൂജ ക്ഷേത്രങ്ങളിലെല്ലാം ചെയ്യുന്നത്. ഇത് ഒരു പൂജാ സമ്പ്രദായമാണ്. ഈ പൂജാ സമ്പ്രദായമാണ് ദക്ഷിണേന്ത്യയിലും ഭാരതത്തിലും, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ ദേശത്ത് ഇങ്ങനെയുള്ള ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെയാണ് ഈശ്വര പൂജ സാധാരണ നാം നിർവഹിച്ച് ഇപ്പോഴും പോരുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ക്ഷേത്രങ്ങളിലെ ബിംബങ്ങളിലെ ആ ഈശ്വരനെ നാം ആരാധിച്ച് പൂജിക്കുന്നു. അതോടെ ഈശ്വരൻ പ്രസാദിക്കുന്നു. അങ്ങനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അവിടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ആശയെ ത്യജിക്കണം. എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ചിട്ട് വേണം നാം ക്ഷേത്രത്തിലെ ഈശ്വര പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ പൂജിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്, ആശയെ ത്യജിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതാണ് ഉത്തമ ബാഹ്യ പൂജ. സാധാരണ നാം എന്തെങ്കിലും ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത്. അത് ഉയർന്ന തരത്തിലുള്ള ഭക്തിയല്ല, അതും ഭക്തി തന്നെ, പക്ഷേ അത് ഭക്തിയുടെ ഋണാത്മകമായ വശമാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലെത്തിച്ചേരുമ്പോൾ ഒന്നിനും വേണ്ടിയല്ലാതെ പ്രേമത്തിനു വേണ്ടി മാത്രം, ഈശ്വരപ്രീതിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ
സംജാതമാകും. ഒന്നും ഈശ്വരനോട് ആവശ്യപ്പെടാനില്ല, എല്ലാം ഈശ്വരൻ തന്നെ നോക്കി നടത്തുന്നുണ്ട്. ശരണാഗതി അടഞ്ഞവന് പിന്നെ ആ ഭഗവാനിൽ തന്നെ അലിഞ്ഞു ചേർന്നാൽ മതി. അതാണ് ആശയെ ത്യജിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭക്തൻ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിക്കണം. ആഗ്രഹങ്ങളാണ്, ജീവിത കാമനകളാണ് നമുക്കെപ്പോഴും ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ കാമനകളെ, ഈ ആഗ്രഹങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പ്രേമത്തിന് വേണ്ടി മാത്രം ഭഗവാനെ പ്രേമിച്ച് ആരാധിക്കുന്ന രീതി, അതാണ് ശരിയായ ഭക്തി. നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്, പരമപ്രേമം, ഈശ്വരനോടുള്ള പരമപ്രേമം മാത്രമാണ് ഒരു ഭക്തന് ഉണ്ടാകേണ്ടത്. രാമകൃഷ്ണ വചനാമൃതത്തിൽ എപ്പോഴും രാമകൃഷ്ണ പരമഹംസർ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. പരമപ്രേമം, ഈശ്വരനോടുള്ള പരമപ്രേമമാണ് ഭക്തി. ഇതിനാണ് ബാഹ്യപൂജ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ചെന്ന് നാം ആശകളെല്ലാം കൈവെടിഞ്ഞ് പരമപ്രേമത്തോടെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ആ അവസ്ഥാവിശേഷത്തിനാണ് ബാഹ്യപൂജ എന്ന് പറയുന്നത്. ഇനി ആന്തരിക പൂജ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഈശ്വരനിൽ അഖണ്ഡ പ്രേമത്തെ അർപ്പിക്കുക. ഈശ്വരനിൽ അഖണ്ഡമായ പ്രേമം, അതായത് പ്രേമം തന്നെയാണ് ഈശ്വരൻ എന്ന് കരുതിയിട്ട് ശിവപൂജ ചെയ്യുക. അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് സത്യത്തിൽ ആരാണ്? പ്രേമമൂർത്തിയാണ്. അൻപേ ശിവം എന്ന് നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. പ്രേമമൂർത്തിയായ ശിവനെ ഭജിക്കുക, അതായത് എപ്പോഴും ഉള്ളിൽ അഖണ്ഡ പ്രേമം, ഇടതടവില്ലാത്ത പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അഖണ്ഡ പ്രേമമാകുന്ന ശിവനെ ഹൃദയത്തിൽ വച്ച് ആരാധിക്കുന്നതാണ് ആന്തരിക പൂജ. ഇതിനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് ചിലർ പറയുന്നു. ഹൃദയമാകുന്ന കോവിലിൽ പ്രേമശിവനെ പ്രതിഷ്ഠിച്ചിട്ട് ആ പ്രേമശിവനിൽ പ്രേമമാകുന്ന പ്രാണപ്രതിഷ്ഠ നടത്തി പ്രേമസ്വരൂപനായ ശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൂജയാണ് ആന്തരിക പൂജ. ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നോക്കൂ, നാടും നഗരവും പിന്നെ അമ്പലങ്ങളിലുമെല്ലാം തേടിത്തിരിഞ്ഞ് ശിവപാദത്തെ എങ്ങും കണ്ട് പാടുവിൻ പാടിപ്പാടി കുമ്പിട്ടൊടുക്കം നെഞ്ചിൽ മൂടി വച്ചിരിക്കുന്ന കോവിലെ തുറന്നിടൂ. ഇനി ഒരു ഈശ്വര സാധകൻ്റെ, ഭക്തൻ്റെ അവസ്ഥാവിശേഷത്തിൻ്റെ പടിപടിയായുള്ള വളർച്ചയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭക്തൻ ആദ്യം എന്താണ് ചെയ്യുന്നത്? നാടും നഗരവും പിന്നെ അമ്പലങ്ങളിലുമെല്ലാം ശിവനെ തേടി തേടി നടക്കുന്നു. നിരന്തര യാത്രയാണ്. നാടും നഗരവും എല്ലാം ചുറ്റി സഞ്ചരിച്ച് ഈ ഭക്തൻ തൻ്റെ ശിവനെ തേടി തേടി അലയുന്നു. അവസാനം അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ക്ഷേത്രങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കുന്നു. അങ്ങനെ ക്ഷേത്രങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ആ ക്ഷേത്രത്തിലെ ഈശ്വരനെ, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ള, പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആ ബിംബത്തിനെ ആരാധിച്ചുകൊണ്ട് അവർ സമ്പൂർണ്ണ സമർപ്പണത്താൽ ഭക്തി നിർഭരമായി തൻ്റെ ഹൃദയം അർപ്പിക്കുന്നു. ഇത് ഭക്തൻ്റെ മറ്റൊരവസ്ഥയാണ്. ഒരു സാധകൻ, ഭക്തനായൊരു സാധകൻ അമ്പലങ്ങളിലെല്ലാം ചെന്നിട്ട് ഈശ്വരനെ പൂജിച്ച് കീർത്തിച്ച് പാടി നടക്കുന്നു. ഇത് ഭക്തിയുടെ മറ്റൊരു തലമാണ്. നമുക്കറിയാൻ പറ്റും, പ്രധാനപ്പെട്ട ചില സിദ്ധന്മാർ ഇതേപോലെ ക്ഷേത്രങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചവരാണ്. തമിഴിലെ തിരുമുറൈകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാവ്യ പരമ്പരയുണ്ട്. തിരുമുറകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മളിതിനു മുമ്പ് പലപാട് കണ്ടിട്ടുള്ളതാണ്. 1 മുതൽ 12 വരെയുള്ള തിരുമുറകളുണ്ട്. അതിലെ ആദ്യത്തെ 7 തിരുമുറകൾ ഇതേപോലെയുള്ള ഭക്തകവികളുടെ സഞ്ചാരവേളകളിൽ കുറിക്കപ്പെട്ടതാണ്. അതായത്
മഹാകവികൾ കൂടിയായ ഈ ഭക്തശിരോമണികൾ ഓരോരോ ക്ഷേത്രത്തിൽ ചെല്ലും. ആ ക്ഷേത്രത്തിൽ ചെന്ന് ആ ക്ഷേത്രത്തിലെ ദേവനെ പാടി പുകഴ്ത്തിക്കൊണ്ട് കവിത നിർമ്മിച്ച് പാടും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാൽവർ എന്ന് പറയുന്ന കവികളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തിരുஞான സംബന്ധരാണ്. തിരുஞான സംബന്ധർ ഓരോരോ ക്ഷേത്രത്തിലും ചെന്ന് അത് ശിവക്ഷേത്രങ്ങളിൽ ചെന്ന് ശിവനെ കീർത്തിച്ച് പാടും. ആ പാട്ടുകൾ പിന്നെ രേഖപ്പെടുത്തുകയും തലമുറകളായി പാടുകയും പിന്നെ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തിരുஞான സംബന്ധരുടെ പാടലുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം 3-ാമത്തെ വയസ്സിൽ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പാടുന്നുണ്ട്. 3-ാമത്തെ വയസ്സിൽ അച്ഛനോടുകൂടി ചെന്നിട്ട് ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് തേവാരം പാടിത്തുടങ്ങുന്നുണ്ട്. ബാലയോഗി എന്നാണ് സംബന്ധരെ വിളിക്കുന്നത്. സംബന്ധരുടെ കവിതകളാണ് തിരുമുറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവപാടലുകൾ. പിന്നെ അതേപോലെ അപ്പർ എന്ന കവിയും ഇതേപോലെ ഓരോ ക്ഷേത്രങ്ങളും തിരുஞான സംബന്ധരുടെ സമകാലികനായിരുന്നു അപ്പരും ഇതേപോലെ ഒരുപാട് ശിവക്ഷേത്രങ്ങളിൽ ചെന്ന് പാട്ടുകൾ പാടി ആ ദേവനെ സ്തുതിക്കാറുണ്ട്. ഈ പാട്ടുകൾ തന്നെ സാക്ഷാത്കാര വേളയിൽ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ശിവമൊഴികളാണ്. ആ ശിവമൊഴികൾ പാടുന്നത് തന്നെ സത്യത്തിൽ ശിവസാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതാണ് ഈ പാടലുകളുടെ പ്രത്യേകത, തിരുമുറകളുടെ പ്രത്യേകത. അതേപോലെ തന്നെ സുന്ദരമൂർത്തി എന്ന് പറഞ്ഞൊരു സ്വാമികളുണ്ടായിരുന്നു. ഈ സുന്ദരമൂർത്തിയും ഇതേപോലെ ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ച് അവിടെ ശിവനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടാറുണ്ടായിരുന്നു. ഈ സുന്ദരമൂർത്തി സ്വാമികൾ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിലെ അദ്ദേഹം ശിവക്ഷേത്രത്തിലെ സന്ദർശിച്ചുള്ളൂ. അത് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ചേരമാൻ പെരുമാൾ രാജാവിനോടൊത്ത് സുന്ദരമൂർത്തി നായനാർ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ശിവനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ ചില പാടലുകളുണ്ട്. ആ പാടലുകളിലൊന്ന് ഇന്നും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ആ സുന്ദരമൂർത്തി പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട്, ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാടലുകൾ പാടുന്നത് തന്നെ അല്ലെങ്കിൽ കേൾക്കുന്നത് തന്നെ സത്യത്തിൽ ശിവ പൂജയാണ്. ശിവസാക്ഷാത്കാരത്തിലേക്ക് ഈ ഭക്തിഗാനങ്ങൾ, ഈ ഭക്തിസാന്ദ്രമായ പാടലുകൾ നമ്മെ നയിക്കുന്നുണ്ട്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ പെരിയ പുരാണത്തിലെ കുറേ സന്യാസിമാരുടെ പാട്ടുകൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തലേക്ക് കിടക്കാം. എന്താ നോക്കൂ, എന്നിട്ട് എന്താ സംഭവിക്കും? ശിവപാദത്തെ എങ്കണ്ട് പാടുവിൻ പാടിക്കൊമ്പിട്ടൊടുക്കം നെഞ്ചിൽ മൂടി വച്ചിരിക്കുന്ന കോവിലെ തുറന്നിടുന്നു. അവസാനം ഈ ക്ഷേത്രങ്ങളിലെല്ലാം ശിവനെ പാടി ഈ ഭക്തകവികൾ ഉണർത്തിയിട്ട് അവസാനം സ്വന്തം ഹൃദയത്തിൽ കുടികൊള്ളുന്ന ശിവനെ അവർ പാടി ഉണർത്തുന്നു. കണ്ടോ? പാടുവിൻ പാടി കുമ്പിട്ടൊടുക്കം നെഞ്ചിൽ മൂടി വച്ചിരുന്ന കോവിൽ. അപ്പോൾ നെഞ്ചം ഒരു കോവിലാണ്, ഹൃദയം ഒരു കോവിലാണ്, ശിവകോവിലായിട്ടാണ് തിരുമന്ദിരത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഹൃദയം ഒരു കോവിലാകുന്നു. തൻ്റെ ഹൃദയം ശ്രീകോവിലാണ്, ശിവകോവിലാണ്. അവിടെ ഞാൻ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് തിരുമന്ദിരത്തിൽ പറയുന്നത്. എല്ലാ ആൾക്കാരുടെയും ഹൃദയമാകുന്ന ക്ഷേത്ര കോവിലിൽ ആ നാലമ്പലത്തിനുള്ളിൽ ഇതേപോലെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതറിയുന്നില്ല. യഥാർത്ഥ ഭക്തൻ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ശിവനെ തന്നെ ആരാധിച്ച ആ ശിവനിൽ തന്നെ ലയിച്ചു ചേരുന്നു. ഹൃദയമിടിപ്പ് എന്നുള്ളത് നമശിവായ മന്ത്രമാണ്. ഹൃദയമിടിപ്പ് എന്നുള്ളത് ശിവ, അതാണ് സോഹം. നമ്മുടെ ശ്വാസം നോക്കൂ, സോഹം എന്നാണ്.
ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ അജബയുടെ പൊരുൾ പിടികിട്ടിക്കഴിഞ്ഞാൽ നാം ശിവനായിത്തീരും. അങ്ങനെ ശിവനായിത്തീർന്ന ഒരുപാട് യോഗിവര്യന്മാരുടെ കഥയാണ് ഇത് കഴിഞ്ഞാൽ, തിരുമന്ദിരം കഴിഞ്ഞാൽ പെരിയ പുരാണത്തിൽ കാണുന്ന 63 യോഗിമാരുടെ ഹൃദയരഹസ്യം, ഹൃദയത്തിൽ കുടികൊള്ളുന്ന ശിവനെ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് ബാഹ്യപൂജയെ പറ്റി പലതരത്തിലുള്ള 4 വിധത്തിലുള്ള പൂജാക്രമങ്ങൾ ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. പൂജകൾ ചെയ്തിടുന്നോർ പട്ടന്മാർ, വ്രതം നോക്കി യജിപ്പോർ ഭക്തന്മാരും, സാധനാ ചതുഷ്ടയം ചെയ്യുന്നവർ യോഗിമാർ, ബ്രഹ്മത്തെ പിരിയാതെ വാഴും സിദ്ധന്മാർ, ബ്രഹ്മജ്ഞാനികളെന്ന് ചൊല്ലാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ശിവ യോഗികളെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്? ആദ്യത്തെ കൂട്ടർ എങ്ങനെയാണ്? പൂജകൾ ചെയ്തിടുന്നോർ പട്ടന്മാർ. പട്ടന്മാർ എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ. പണ്ഡിതന്മാരായ കുറേ ആൾക്കാർ, ശിവഭക്തന്മാർ എന്ത് ചെയ്യുന്നു? പൂജകൾ ചെയ്യുന്നു, ബാഹ്യപൂജ ചെയ്യുന്നു. ബാഹ്യപൂജകളിലൂടെ അവർ ശിവനെ പ്രാപിക്കുന്നു. പിന്നെ വേറെ ചിലരുണ്ട്, വേറെ ചില ഭക്തന്മാരെന്താണ്? വ്രതം നോക്കി യജിപ്പോർ, വ്രതങ്ങൾ അനുഷ്ഠിച്ച് യജിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി സാക്ഷാത്കരിക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനികളായ ഭക്തന്മാർ, നമുക്ക് ഏകാദശി വ്രതം തുടങ്ങിയ വ്രതങ്ങളൊക്കെ ഇല്ലേ, ഈ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ച് ആ വ്രതചര്യയിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കുന്ന രണ്ടാമത്തെ കൂട്ടർ. പിന്നെ സാധനാ ചതുഷ്ടയം ചെയ്യുവോർ യോഗിമാർ, യോഗമാർഗങ്ങളിലൂടെ, ജ്ഞാനമാർഗങ്ങളുടെ, ക്രിയാമാർഗങ്ങളിലൂടെ സാധന അനുഷ്ഠിച്ച് യോഗസാധനകൾ ചെയ്ത് ഈശ്വരനെ പ്രാപിക്കുന്നവർ. ഇപ്പോൾ കുണ്ടലിനി യോഗ ഒരു ഉദാഹരണമാണ്. കുണ്ടലിനി യോഗ ചെയ്യുന്നവർ അവസാനം തൻ്റെ കുണ്ടലിനി ശക്തി ഉണർത്തി സഹസ്രാരത്തിൽ എത്തിക്കുന്ന കാഴ്ച നാം ഇതിനു മുമ്പ് പലപാട് കണ്ടതാണ്. അതാണ് യോഗ സാധന എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും യോഗ, ചില മുദ്രകളുണ്ട്, ഈ മുദ്രകളിലൂടെ, പിന്നെ അതേപോലെ തന്നെ ക്രിയായോഗ സാധന വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയായോഗ സാധന ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ബാബാജിയുടെ ക്രിയായോഗത്തിൻ്റെ ഒരുപാട് എന്താ പറയുക തലങ്ങൾ നാം ഇന്ന് പല യോഗിമാരും നടപ്പിലാക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്രിയായോഗയിലൂടെ തന്നെ ഒരാൾക്ക് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു പുസ്തകം തന്നെയുണ്ട്. പരമഹംസ യോഗിയുടെ, യോഗാനന്ദ പരമഹംസരുടെ ഒരു യോഗിയുടെ ആത്മകഥയിൽ ഈ ക്രിയായോഗത്തിൻ്റെ പല അവാന്തര വിഭാഗങ്ങളും നാം കാണുന്നുണ്ട്. ക്രിയായോഗയിലൂടെ തന്നെ ശിവസാക്ഷാത്കാരം നേടുന്നവർ, അതാണ് യോഗിമാരുടെ മാർഗം. പിന്നെ ബ്രഹ്മത്തെ പിരിയാതെ വാഴും സിദ്ധന്മാർ. സിദ്ധന്മാരുടെ മാർഗം മറ്റൊന്നാണ്. അവർ എപ്പോഴും ബ്രഹ്മചിന്തയിൽ, ബ്രഹ്മജ്ഞാനത്തിൽ മുഴുകിക്കഴിയുന്നവരാണ്. ബ്രഹ്മജ്ഞാനമല്ല, അതായത് ജ്ഞാനമാർഗം, ആ ജ്ഞാനമാർഗത്തിലൂടെ സിദ്ധന്മാരായിരുന്നു. അതുപോലെ ബ്രഹ്മജ്ഞാനികൾ, ഒന്ന് സിദ്ധ വഴിയുണ്ട്, സിദ്ധ വഴിയിലൂടെ ശിവ സായുജ്യം നേടുന്നവരാണ് സിദ്ധന്മാർ. അതേപോലെ തന്നെ ജ്ഞാനമാർഗത്തിലൂടെ, ബ്രഹ്മജ്ഞാനത്തിലൂടെ ശിവസാക്ഷാത്കാരം നേടുന്നവർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ ശിവസാക്ഷാത്കാരം നേടാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന ഒരു മാർഗമല്ല, പല ജനം പല വിഭാഗങ്ങളാണ്, പല തരത്തിലാണ്. ഈ ഭൂമിയിലെ ജനങ്ങൾ പല തരത്തിലുള്ളവരാണ്. എല്ലാവർക്കും ഒരു മാർഗം പറ്റില്ല. പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അവരവർക്ക് ഉചിതമായ മാർഗം ഏതാണ് എന്ന് അവരവർ തന്നെ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ ഗുരു അതിന് അവരെ സഹായിക്കും. അപ്പോൾ എൻ്റെ മാർഗം ഏതാണ്, എൻ്റെ വഴി ഏതാണ്, എൻ്റെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാർഗം ഏതാണെന്ന് ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭക്തിയോഗം എനിക്ക് ചേരും, ചിലപ്പോൾ ജ്ഞാനയോഗവും എനിക്ക് ചേരാം, ചിലപ്പോൾ സിദ്ധമാർഗം എനിക്ക് ചേരില്ല എന്നും വന്നേക്കാം. അപ്പോൾ ഏത് മാർഗമാണ് എനിക്ക് പെട്ടെന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമാർഗം ഏതാണ് എന്ന് സ്വയം കണ്ടെത്തണം. അതിന് പലപ്പോഴും ഗുരു നമ്മെ സഹായിക്കുകയും ചെയ്യും. അതിനാണ് കൃപ, അരുൾ എന്ന് പറയുന്നത്. അരുളുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ മാർഗം നമുക്ക് തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ
പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഒരു മാർഗം മാത്രമല്ല 2 or 3 മാർഗങ്ങൾ കൂടിച്ചേർന്നും ഒരു സാധകനെ സഹായിച്ചേക്കാം. ചിലപ്പോൾ ആദ്യം ഭക്തിമാർഗമായിരിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാൾ മന്ത്രയോഗത്തിലേക്ക് എത്തിച്ചേരാം. അത് കഴിഞ്ഞിട്ട് അയാൾ ജ്ഞാനയോഗത്തിലും എത്തിച്ചേരാം. ഇതൊക്കെ ആ ഭക്തൻ്റെ ഹൃദയത്തിൻ്റെ മാർഗം പോലെ ഇരിക്കും. അപ്പോൾ ഒരു മാർഗം മാത്രമല്ല, പല മാർഗങ്ങളും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു സാധകന് സ്വീകരിക്കാവുന്നതാണ്. അതൊക്കെ ഈശ്വര കൃപ കൊണ്ടും അയാളുടെ തന്നെ മനഃശുദ്ധി കൊണ്ടും സ്വയം വന്നു ചേരും. ഇനി അടുത്ത് നോക്കൂ. ബ്രഹ്മജ്ഞാനം ലഭിച്ചോൻ ബ്രഹ്മമായി തീർന്നിടും, നിർമായം ശിവരൂപത്തെക്കുള്ളും അഷ്ടാംഗയോഗി കർമ്മവൃതാതി ചെയ്യോർ സാമീപ്യം പ്രാപിച്ചിടും, കർമ്മമായി യോഗം ചെയ്തോർ സാരൂപ്യവും. ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അതായത് നേരത്തെ പറഞ്ഞ 4 മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ 4 ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരും. ലക്ഷ്യം ഒന്ന് തന്നെ, പക്ഷെ അത് 4 മുഖങ്ങൾ, പഞ്ചമുഖം എന്നൊക്കെ പറയില്ലേ, ശിവൻ്റെ പഞ്ചമുഖങ്ങൾ, അതായത് സാരൂപ്യം, സായുജ്യം, സാലോക്യം തുടങ്ങിയ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരും. ഇതിൽ തന്നെ സാരൂപ്യമുക്തിയെക്കുറിച്ചും സാലോക്യമുക്തിയെക്കുറിച്ചും സായുജ്യമുക്തിയെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. നമുക്കത് അപ്പോൾ വിവരിക്കാം. ഭക്ത്യാദി 4 ജ്ഞാനവും 4 ശാസ്ത്രജ്ഞാനങ്ങളും കേളാറും അതുപോലെ നന്ദിയാണല്ലോ പൊരുൾ ഏതിനും. എല്ലാത്തിൻ്റെയും പൊരുൾ എന്താണ്? നന്ദിയാണ്, അതായത് ശിവനാണ്. ശിവനിലേക്ക് എത്തിച്ചേരാനുള്ള പല പല മാർഗങ്ങളാണിത്. ജ്ഞാനിക്ക് ഈ മാർഗങ്ങളെല്ലാം സ്വീകരിക്കാം. ഒരു സാധകന് ഈ മാർഗങ്ങളെല്ലാം സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഭക്തന്മാർ ഒരുപാട് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പെരിയ പുരാണത്തിലെ 63 നായനാർമാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈ സാലോക്യ, സാരൂപ്യ, സായുജ്യ മുക്തികളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1986 മാർച്ച് മാസം, അന്ന് ശിവരാത്രി ദിവസമാണ്. ആ ശിവരാത്രി ദിവസം ഭഗവാൻ സത്യസായി ബാബ പുട്ടപ്പർത്തി ആശ്രമത്തിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായി. അത് ഈ കാര്യങ്ങളാണ്, ഭക്തിയെക്കുറിച്ചുള്ള ഈ തിരുമൂലദേവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ആ പ്രഭാഷണത്തിലേക്ക് കിടക്കാം. അതിന് കൊടുത്തിരിക്കുന്ന ഭഗവാൻ, ഇത് പുസ്തകമാണ്, ശ്രീ സത്യസായി വാണി വോള്യം 19 ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഭഗവാൻ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ അത്. അതിനെപ്പറ്റി പറയാം. അതായത് ഭഗവാന്റെ നാടിന് അടുത്തുള്ള അനന്തപൂരിനടുത്ത് ഒരു പുണ്യകേന്ദ്രമുണ്ട്. അവിടെ അത് ശ്രീശൈലം എന്ന് പറയുന്ന ഒരു പുണ്യസ്ഥലമാണ്. ആ ശ്രീശൈലത്തിന് അടുത്തുള്ള ഒരു ഗ്രാമത്ത് ഒരു വിധവ ഉണ്ടായിരുന്നു. ആ വിധവയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ആ വിധവ. ആ വിധവയ്ക്ക് ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു. ഈ മകൻ കൂടാതെ മകന് ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജ്യേഷ്ഠത്തി മരിച്ചുപോയി. ഈ വിവരം ഈ സഹോദരനെ, മകനെ അറിയിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ ഈ ശ്രീശൈലത്തൊരു പ്രത്യേകതയുണ്ട്, ആ പ്രദേശത്തൊരു പ്രത്യേകതയുണ്ട്. അനന്തപൂരിലെ ഒരു ആചാരം ഇതാണ്, ശിവരാത്രി ദിവസം സഹോദരൻ പെങ്ങളെയും അതായത് സഹോദരിമാരെയും സഹോദരിമാരുടെ ഭർത്താക്കന്മാരെയും വീട്ടിലേക്ക് ക്ഷണിക്കണം. എന്നിട്ട് അവരെ വീട്ടിൽ നിർത്തി എല്ലാവരും കൂടി ശിവപൂജ ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഈ കുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് സഹോദരിമാരൊന്നുമില്ല, എൻ്റെ കൂട്ടുകാർ സ്കൂളിൽ പറയുന്നുണ്ട് അവരവരുടെ സഹോദരിമാരെയും ഭർത്താക്കന്മാരെയും വിളിക്കാൻ പോയിരുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നി. ഈ കുട്ടിയുടെ സഹോദരി മരിച്ച വിവരം ആ കുഞ്ഞിനെ ഇതുവരെ അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അറിയിക്കാനുള്ള വിഷമം കൊണ്ട് ഈ
അമ്മ ആ മകനോട് പറഞ്ഞു, ഈ മകൻ്റെ പേര് രാമണ്ണ എന്നാണ് ഈ കുട്ടിയുടെ പേര്. അവർ പറഞ്ഞു, അങ്ങകലെ ശ്രീശൈലത്ത് നിൻ്റെ സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ ഭർത്താവിനോടൊത്ത് താമസിക്കുകയാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന അവൾ അവിടെയാണ് വസിക്കുന്നത്, പക്ഷെ വീട്ടിൽ വരാറില്ല. അതുകൊണ്ട് നമുക്കവരെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടി നിർബന്ധിച്ചു, എനിക്ക് എൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും വീട്ടിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഈ വിധവയ്ക്ക് മറ്റൊരു നിർവാഹമില്ല. അപ്പോൾ പറഞ്ഞു, ദാ കുറച്ച് ഭക്തന്മാർ ശ്രീശൈലത്തിലേക്ക് പോകുന്നുണ്ട്, അവിടെ കൂടെ നീ പൊയ്ക്കൊള്ളൂ. മല്ലികാർജുന ക്ഷേത്രത്തിലാണ് നിൻ്റെ സഹോദരി ഭർത്താവ് ജോലി ചെയ്യുന്നത്, അവിടെ ചെല്ലുമെന്ന് പറയണം. അങ്ങനെ ചില ഭക്തന്മാരോട് കൂട്ടി ഈ വിധവ മകനെ ശ്രീശൈലത്തെ മല്ലികാർജുന ക്ഷേത്രത്തിലേക്ക് അയച്ചു. ഇവൻ മല്ലികാർജുന ക്ഷേത്രത്തിൽ ചെന്ന് ഓടി ശ്രീകോവിലേക്ക് ചാടി കയറിയിട്ട് തൻ്റെ അളിയനെ അളിയാന്ന് പറഞ്ഞ് വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. പക്ഷേ അവിടുത്തെ പൂജാരിമാർ വിചാരിച്ച് ഈ കുട്ടിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവർ ആ ക്ഷേത്രത്തിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തേക്ക് മാറ്റി നിർത്തി. ആ കുട്ടിക്ക് വല്ലാത്ത വേദന തോന്നി. തൻ്റെ അടിയൻ തന്നെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവൻ തൊട്ട് അടുത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്, ആ ദേവീക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ്. ആ ദേവീക്ഷേത്രത്തിൽ ചെന്നിട്ട് തൻ്റെ സഹോദരി, ആ ദേവിയുടെ പേര് ഭ്രമരാംബ എന്നാണ്. ഭ്രമരാംബ ദേവീക്ഷേത്രത്തിൽ ഈ കുട്ടി തൊട്ടടുത്ത് തന്നെയാണ്. ആ ക്ഷേത്രത്തിൽ ചെന്ന് തൻ്റെ സഹോദരിയെ വിളിച്ചു, അക്ക എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ അവിടെയും അക്ക വിളി കേൾക്കാനുണ്ടായിരുന്നില്ല. അവിടുത്തെ പൂജാരിമാരും ഈ കുട്ടിക്ക് ഭ്രാന്താണെന്ന് കരുതി ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഈ കുട്ടി കയറിയിരുന്നു. എന്നിട്ട് ഉറക്കെ അക്ക എന്ന് വിളിച്ചു. എന്നിട്ടും അക്ക വരുന്നില്ല. അപ്പോൾ ആ കുട്ടി വിചാരിച്ചു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ താഴേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ്. അക്ക വന്നില്ലെങ്കിൽ ഞാൻ ഈ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടാൻ പോവുക എന്ന് പറഞ്ഞു. എന്നിട്ടും അക്ക വന്നില്ല. അപ്പോൾ ആ കുട്ടി പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടി. ആ സമയം ഈ ഭ്രമരാംബ ദേവിയും അതേപോലെ ദേവനും കൂടി അവിടെ വന്ന് ആ കുട്ടിയെ കയ്യിൽ താങ്ങിയെടുത്തു. ഭക്തന്മാർ പലരും ഇത് കണ്ടു. അങ്ങനെ ഭ്രമരാംബ ദേവിയും ദേവനും ഈ കുട്ടിയെ, രാമണ്ണ എന്ന കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, അക്കയും ഭർത്താവും കൂടെ അളിയനും കൂടി എൻ്റെ വീട്ടിലേക്ക് വരണം. അവർ സമ്മതിച്ചു. അങ്ങനെ ഈ കുട്ടിയുടെ കൂടെ ഈ ഭ്രമരാംബ ദേവിയും ദേവനും കൂടി നേരെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കൂടെ ഈ ഭക്തന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഭക്ത സമൂഹത്തോടൊപ്പം ഈ ഭ്രമരാംബ ദേവിയും അതേപോലെ ദേവനും കൂടി കുട്ടിയുടെ കൂടെ അവിടെ വീട്ടിലേക്ക് ചെന്നു. ആ ശിവരാത്രി ആഘോഷിച്ചു. ശിവരാത്രി ആഘോഷിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും പെട്ടെന്ന് അപ്രത്യക്ഷരായി. ഇതാണ് ഭഗവാൻ സത്യസായി ബാബ പറയുന്നൊരു സംഭവം. ഇത് ശ്രീശൈലത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ സംഭവം ഇന്നും അവിടെ ജനഹൃദയങ്ങളെ കോരിത്തരിപ്പിക്കുന്നുണ്ട്. അനന്തപൂരിലെ ജനങ്ങളെ ഈ സംഭവം ഇന്നും കോരിത്തരിപ്പിച്ചുകൊണ്ട് ഈ വൃത്താന്തം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ അന്ന് ഭക്തന്മാരോട് പറഞ്ഞ സംഭവം. ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം ഭക്തിയുടെ നിഗൂഢ രഹസ്യവും വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം വായിക്കാം. അന്ന് ഭഗവാൻ നടത്തിയ പുട്ടപ്പർത്തിയിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ കാതൽ ആയ ഭാഗം നമുക്ക് കേൾക്കാം. മനുഷ്യൻ ബുദ്ധിപരമായി എത്രമേൽ വികാസം പ്രാപിച്ചാലും അവന് അജ്ഞാതമായ പല നിഗൂഢ പ്രതിഭാസങ്ങളും പ്രകൃതിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ അജ്ഞാതമായ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. ചില മനുഷ്യാതീത ശക്തികൾ പ്രബലമായി ഇവിടെയുണ്ട്. അന്വേഷണം ആവഴിക്കായപ്പോൾ അവ കൂടാതെ മനുഷ്യന് നിലനിൽപ്പില്ലെന്ന കാര്യം ബോധ്യമായി. ഈ അന്വേഷണം അന്ധമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയായിരുന്നില്ല. ഈ ശക്തിവിശേഷം ഇല്ലായില്ലെങ്കിൽ ഒരു പുല്ലും കൂടി മുളയ്ക്കില്ല. ഇതൊന്നും അവരുടെ ഭ്രാന്തൻ സങ്കല്പങ്ങളായിരുന്നില്ല. തീക്ഷ്ണമായ തപശ്ചര്യയിലൂടെ അവർ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു. ഈശ്വരാന്വേഷണം അങ്ങനെ സമാരംഭിച്ചു. എന്തിൻ്റെയും ഉള്ളിലും പുറത്തും ഈശ്വരനുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് അനുഭവിച്ചറിയാൻ കഴിയും. ഇതാണ് ഭഗവാൻ സത്യസായി ബാബ അന്ന് ശിവരാത്രി ദിവസം പുട്ടപ്പർത്തിയിൽ നടത്തിയ പ്രഭാഷണം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.